പോലെ നമുക്ക് പ്രഖ്യാപനങ്ങളെ പറയാം. പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കാണും. അത് വരിക തന്നെ ചെയ്യും. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും സമ്പന്നതയിലുമാണ്. എന്നെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ആമേൻ. നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. വലിയ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യും. ഇന്നലെ കേട്ട വചനങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്തിനെ പറ്റിയാ നടക്കുന്നു. ആമേ, നമ്മൾ ഇന്നലെ ഒരു പ്രത്യേക വിഷയമായിരുന്നു നമ്മൾ സംസാരിച്ച്. ശരിയാണ്, പ്രാർത്ഥിച്ചാൽ നടക്കും എന്നുള്ളത്. അതല്ല, അത് കഴിഞ്ഞു നമ്മൾ ഇന്നലത്തെ വചനം, കുരുടന് കാഴ്ച കൊടുക്കുക എന്നല്ല, വലിയൊരു പ്രധാനപ്പെട്ട ഒരു മർമ്മം നമ്മൾ ഇന്നലെ കേട്ടു. ഓഡിയോ ക്ലിയർ അല്ല. ഒരു സെക്കൻഡ്. ഓഡിയോ ഇപ്പൊ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ, ഒരു സെക്കൻഡ്. ഓഡിയോ ക്ലിയർ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരേപോലെ പോലെ സൗണ്ട് കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരേ സൗണ്ട് കുറവാണെങ്കിൽ ഒന്നും കൂടെ നിങ്ങൾ ലെഫ്റ്റ് ചെയ്തിട്ട് വീണ്ടും കയറിയാൽ മതി. ഒന്നും കൂടെ റീഎൻട്രി ചെയ്താൽ മതി, ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ ഇന്നലെ കേട്ട വലിയ പ്രധാനപ്പെട്ട, ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മൾ കേൾക്കുന്ന വചനം അതിൻ്റെ കേൾവിയാൽ വിശ്വാസം. നമ്മൾ വലിയൊരു കാര്യം കേട്ടു. നമ്മുടെ വിശ്വാസവും സംശയവുമാണ് നമ്മൾ കേട്ടത്. ദൈവപ്രവൃത്തിക്ക് എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ, എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്, എന്താണ് വിശ്വാസം, എന്താണ് സംശയം, എങ്ങനെയാണ് സംശയം വരുന്നത്, എങ്ങനെയാണ് വിശ്വാസം വരുന്നത് എന്നോട് പറയുന്നത് ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ഉണ്ടാകും. ഒരിക്കലും ഒരു മനുഷ്യനും അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവം നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ കുടുംബത്തിൽ മാനിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. കർത്താവിൻ്റെ വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പരിശുദ്ധാത്മാവിലൂടെ പറയുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ കേൾക്കുന്ന സാക്ഷ്യങ്ങളൊക്കെയും ദൈവം ആ വചനത്തെ ഉറപ്പിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ കേട്ട അത്ഭുത സാക്ഷ്യങ്ങൾ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, നമ്മൾ വചനം കേൾക്കുക മാത്രമല്ല, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ കാണുകയും ചെയ്യുന്നത് ദൈവം ആ വചനത്തെ ഉറപ്പിച്ചു തരിക നമുക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വിശ്വാസവും സംശയവുമാണ് നമ്മൾ കേട്ടത്. എന്നാൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ കേട്ടു. കാറ്റടിച്ചുലയുന്ന തിരമാല യൂട്യൂബിൽ നമ്മുടെ മെസ്സേജുകൾ കിടപ്പുണ്ട്. നിങ്ങളത് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? എനിക്കിങ്ങനെ പോയാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഉയരണം, എനിക്ക് കർത്താവിനാൽ സാക്ഷി ആകണം, ദൈവത്താൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവർ ആമേൻ പറഞ്ഞേ. അല്ലെങ്കിൽ ഇന്ന് ഈ സൂം മീറ്റിംഗ് കഴിയുമ്പോൾ, സൂം പ്രെയർ കഴിയുമ്പോൾ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ നിങ്ങൾ ആ മെസ്സേജ് വീണ്ടും 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 കേട്ട് നാളെ ചോദിക്കുമ്പോൾ പറയാൻ നിങ്ങൾ റെഡിയാകണം. ഒരു സ്കൂളിലെ സാറും പിള്ളേരും ചോദിക്കുന്നത് പോലെ പറയാൻ വേണ്ടി അല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ അത് കയറിയാലുണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണാൻ പറ്റും. അകത്ത് കയറിയ വചന സന്ദർഭം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുവാൻ കർത്താവിൻ്റെ കൃപയാൽ സഹായിക്കും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ തന്നെ തിരുസന്നിധിയിൽ മുന്നോട്ട് നമുക്ക് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കും. അപ്പം നാളെ മുതൽ ഞാൻ ചോദിക്കുമ്പം പഴയ വചനങ്ങൾ എടുത്ത് പറയരുത്, ഊഹാപോഹത്തിൽ പറയരുത്, ചാടി പറഞ്ഞാൽ. എന്തിനാണ് ഞാൻ ഈ ചാടി പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രോസ്ലീഹായിനെ കർത്താവ് സഭയുടെ തൂണാക്കി നിൽക്കാൻ ഒരു കാരണം എന്നാണെന്നറിയാമോ? കാര്യം ഇച്ചിരി വെപ്രാളവും ഭയവും ഇച്ചിരി പിടുത്തോണ്ടനായ മനുഷ്യനൊക്കെ ആണെങ്കിലും പത്രോസിനെ പ്രത്യേകം ചാടി നിൽക്കും. ദൈവത്തിന് ഇഷ്ടപ്പെട്ടൊരു ക്വാളിറ്റി അത്, ചാടി നിൽക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പാരമ്പര്യമില്ല, പഠിപ്പോ വിദ്യാഭ്യാസമോ കുറവാണ്, സാധാരണ ഒരു മനുഷ്യനൊക്കെയാണ് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും ചാടി നിൽക്കും. എന്തിനങ്ങനെ ചാടി നിൽക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരണം,
അതുകൊണ്ടാണ് യേശു പറഞ്ഞപ്പം നിത്യജീവൻ്റെ മൊഴികൾ കർത്താവ് നിന്നിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ പോകത്തില്ല. അവർക്ക് മനസ്സിലായി ഞങ്ങൾക്ക് വാഴണം. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വിശ്വാസവും സംശയവും എങ്ങനെയാണ് സംശയം മാറ്റി വിശ്വാസത്തിൽ വളരുക എന്നുള്ളത് കേട്ടു. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഈ 2 ദിവസത്തെ വചനങ്ങൾ എല്ലാ ദിവസവും ഇന്നലത്തെയും ഇന്നത്തെയും വചനങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, ഫേസ്ബുക്കിലുമുണ്ട്. അത് സേവ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഈ 2 വചനങ്ങൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ 2 വചനങ്ങൾ, അതായത് ഈ വചന ധ്യാനങ്ങൾ, ഇത് 2 ദിവസത്തെ വചന ധ്യാനങ്ങൾ നിങ്ങൾ കേട്ടാൽ മാത്രം മതി. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്ഥിതി മാറിയിരിക്കും. ഈ 2 ദിവസങ്ങളിൽ. മറ്റൊന്നും വേണ്ടെന്നല്ല പറഞ്ഞാൽ, കേൾക്കാൻ പറ്റുന്നത് കേൾക്കുക. എങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ 2 ദിവസത്തെ വചനങ്ങളെങ്കിലും കേൾക്കണം. നമ്മുടെ വിശ്വാസം എങ്ങനെ ബലപ്പെടാം? വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവപ്രവൃത്തി ഉണ്ടാകത്തുള്ളൂ. അതിനുവേണ്ടി ഞാൻ പറയുന്നത്. ഇന്നത്തെ അനുഗ്രഹത്തിനായി നമുക്കൊരു വാക്യം എടുക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നോളും. ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. ഇന്നലെ നമ്മൾ കേട്ട വചനത്തിൻ്റെ തുടർമാനമായിട്ടാണ് ആ വാക്യം. ഇങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ കേട്ടത്. 9-ന്റെ 28-ഉം 29-ഉം വാക്യങ്ങളാണ്. കാഴ്ചയില്ലാത്ത മനുഷ്യനോട് യേശു ചോദിച്ചൊരു ചോദ്യമാണ്, ഡു യു ബിലീവ് ഐ ആം ഏബിൾ ടു ഡു ദിസ്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എനിക്കത് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്ന് തിരിച്ച് യേശു ഒക്കെ മറുപടി കൊടുത്തു. അക്കോർഡിംഗ് യുവർ ഫെയ്ത്ത്. എങ്ങനെയാണ്? നിങ്ങളുടെ വിശ്വാസം. ഈ വചനം ഒന്ന് വായിച്ച്. നിങ്ങളുടെ വിശ്വാസം പോലെ. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അതായത് നിങ്ങൾ വിശ്വസിക്കുകയാണ്, ബ്രദറെ എൻ്റെ ഒന്നും പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല, വെറുതെ പ്രാർത്ഥിക്കാമെന്നല്ലാതെ നമുക്കൊന്നും അതിനുള്ള യോഗ്യതയില്ല, നമുക്കതിനുള്ള ഇതൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വരത്തുള്ളൂ. ശ്രദ്ധിച്ചോണം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ബ്രദറെ, നമുക്കൊന്നും അത് കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല, കർത്താവ് നമ്മുടെ ഒന്നും പ്രാർത്ഥന കേൾക്കത്തില്ല. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കും. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്, ഇല്ല, കർത്താവായ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമല്ലോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല, എനിക്കൊരു ഉറപ്പാണ്, അവൻ എന്നെ കൈവിടത്തില്ല, അവൻ എന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വിശ്വാസം പോലെ എന്തുണ്ടാവും? പറ, നിങ്ങളുടെ ഈ ഉറക്കപ്പറ, നിങ്ങളുടെ വിശ്വാസം പോലെ എന്ത് ചെയ്യും? സംഭവിക്കും. അപ്പൊ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് സൂക്ഷിക്കണം. വിശ്വാസത്തിൻ്റെ അകത്ത് മിക്സഡ് ഗോസ്പൽ എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കിപ്പോൾ കുടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന നല്ല ഒന്നാന്തരം ചായക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്നാ സംഭവിക്കും? അത് വെളിച്ചെണ്ണയായിട്ടും ഗുണമില്ല, ചായയായിട്ടും ഗുണമില്ല, എടുത്ത് ദൂരെ കളയാനേ പറ്റത്തുള്ളൂ. നമ്മൾ വചനം കേട്ടതുകൊണ്ട് കാര്യമില്ല. വചനത്തിൻ്റെ അകത്ത് മിക്സിങ് ഉണ്ടാകരുത്, നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. പിന്നെ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോണം. ഇതേപോലെ കണക്ഷനുള്ളൊരു വചനമാണ്, പക്ഷെ മറ്റൊരു അധ്യായത്തിലാണ് കിടക്കുന്നത്. ഈ ബൈബിൾ വചനങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. ഇതൊരു പസിൽ പോലെയാണ്. പസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ചിത്രം ഒരു ബോക്സിൽ കാണും. പക്ഷെ നിങ്ങൾ ആ ബോക്സ് തുറക്കുമ്പോൾ, അയ്യോ, എല്ലാവർക്കും അങ്ങനെയാണോ? ഓഡിയോ ക്ലിയർ അല്ലേ? എന്നാ ജോളി ബദറെ എന്തോ പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഓഡിയോ കുഴപ്പമില്ലെങ്കിൽ, ഒരാൾക്ക് മാത്രമേ അങ്ങനെ പ്രശ്നമുള്ളെങ്കിൽ ജോളി ബദർ ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവോ, അല്ലെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് കയറാൻ നോക്കുവോ, ഒന്ന് ചെയ്ത് നോക്കി. പെട്ടെന്ന് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കയറുക, ഒന്ന് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്തെങ്കിലും എനിക്കൊന്ന് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് ചെയ്തിട്ട് വേഗത്തിൽ കയറിക്കൂ. നിങ്ങൾ പെട്ടെന്ന് വെയിറ്റ് ചെയ്യാം. ഹല്ലേലൂയ, ആമേൻ. നോക്കുക. അപ്പോൾ ഇവിടെ തിരുവചനം പറയുകയാണ്, ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന് നമ്മൾ തടസ്സമായി നിൽക്കുന്ന. ജോലിബദറിന് വീണ്ടും ക്ലിയർ അല്ലെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ടോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമോ, എന്തെങ്കിലും ചെയ്ത്. എനിക്കൊന്ന് ഒരാൾക്ക് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ, എന്തോ എനിക്കറിയില്ല. വേറെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഫേസ്ബുക്കിലുള്ളവർക്ക് ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ഓഡിയോ ക്ലിയർ ആണോ? ലീല സഹോദരി ക്ലിയർ അല്ല. വേറെ ആർക്കൊക്കെ ക്ലിയർ അല്ലാതെ ഉള്ളത്? ഓക്കെ, അപ്പൊ എനിക്ക് വന്ന കട്ടായി പോകുന്നത് റേഞ്ചിന്റെ കുഴപ്പമാണ്. കട്ടായി പോകുന്നത് നിങ്ങൾക്ക് റേഞ്ച് കുറവായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് ഓഡിയോ ക്ലിയർ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റേഞ്ചിൻ്റെയോ അല്ലെങ്കിൽ ഫോണിൻ്റെയോ അപ്ഡേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, സൂമിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ വോളിയം കുറവ് വരണം. അങ്ങനെ പ്രശ്നമാണെങ്കിൽ, എൻ്റെ പ്രശ്നമാണെങ്കിൽ എല്ലാവർക്കും വോളിയം കുറവ് വരണം. പലർക്കും വോളിയം ഉണ്ട്, പലർക്കും വോളിയം ഇല്ല.
കുഴപ്പമില്ല, ഒന്ന് വേഗത്തിൽ നിങ്ങളൊന്ന് ലെഫ്റ്റ് ചെയ്യുക, ഒന്ന് മീറ്റിംഗിൽ നിന്ന് പുറത്ത് പോയിട്ട് വീണ്ടും അല്ലെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അപ്പോൾ വോളിയം വരും. ഇല്ലെങ്കിൽ ഓക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, നമ്മൾ പലപ്പോഴും യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത്, കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളുമായിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു തടസ്സം കാണും, ഒരു കൂടോത്രം കാണും, ഒരു ആഭിചാരം കാണും, ഒരു പ്രശ്നം കാണും, ഒരു പിശാച് കാണും, ഒത്തിരി പ്രോബ്ലംസ് കാണും. പക്ഷെ നിങ്ങൾ ഒരിക്കലും കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തേക്കാൾ വലിയതായിട്ട് നിങ്ങളുടെ തടസ്സങ്ങളെയോ പിശാചിനെയോ കൂടോത്രത്തെയോ ആഭിചാരത്തെയോ ഉയർത്തരുത്, പറയരുത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തു വിശ്വസിക്കുന്നു അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമായി സംഭവിക്കുന്നത്. ബൈബിളിൽ ഒരു മർമ്മമാണ്, എന്നാൽ ഒരു അപകടം പിടിച്ച ഒരു വചനവും കൂടെയാണ്. നിങ്ങൾ എന്തു വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ മേൽ സംഭവിക്കും. ഞാൻ ആയിരിക്കുന്ന സ്ഥലത്ത്, ഞാൻ ദേശത്തോ എൻ്റെ ബ്രദറെ ഞാൻ രക്ഷപ്പെടാനൊന്നും പോകണില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്, വചനം പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ പറഞ്ഞെന്നിരിക്കട്ടെ, നിങ്ങൾ കുറേ പ്രാർത്ഥിക്കും, കുറേ വചനം കേൾക്കും, കുറേ വചനം പറയും. പക്ഷെ നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമ്മൾ പറയുവാണ്, എനിക്കറിയത്തില്ല, പിശാച് എന്നെ ഇട്ട് അങ്ങ് കറക്കുക. നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ, പിശാച് ചാടി വരും. നീ പറഞ്ഞല്ലോ ഞാൻ കറക്കുവാന്ന്, നീ വിശ്വസിച്ചല്ലോ ഞാൻ കറക്കുവാന്ന്, അപ്പോൾ ഞാൻ കറക്കിക്കൊണ്ടിരിക്കാൻ പോവാ. ദൈവം ഒന്നും ചെയ്യത്തില്ല. രണ്ടാമത് ഞാൻ പറയുവാണ്, എനിക്ക് ഉയരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, മൊത്തം ഭയങ്കര തടസ്സങ്ങളാണ്. നിങ്ങളത് വിശ്വസിക്കുക. നിങ്ങളത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹൃദയം നിറയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്, ബൈബിളിൽ പറയുന്നു. നമുക്കറിയാവുന്ന കാര്യം അല്ലേ, ഹൃദയത്തിലുള്ളതാണ് വാവിൽ പുറത്ത് വരുന്നത്. നമ്മൾ പറയത്തില്ലേ, ഞാൻ അറിയാതെ പറഞ്ഞത്. അല്ലല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്നത് പുറത്ത് വന്നതാണ്. അറിയാതെ പറയുക അല്ലത്, ഹൃദയത്തിലുള്ളത് പുറത്ത് വരുന്നതാണ്. അപ്പോൾ ഹൃദയത്തിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിക്കും ബ്രദറെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തി, ഒന്ന്, ദൈവത്തെക്കാൾ വലിയതല്ല എൻ്റെ വിഷയം. ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്തതൊന്നുമല്ല എൻ്റെ വിഷയം, ദൈവത്തിന് പരിഹരിക്കാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ റെഡിയാക്കണം. നിങ്ങളുടെ ഫെയ്ത്ത്, വിശ്വാസം അതായിരിക്കണം. അതുകൊണ്ടാണ് ബൈബിൾ എല്ലാ സ്ഥലത്തും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്ന ഒരു വാക്കുണ്ട്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എത്ര പേരാ വചനം കണ്ടിട്ടുണ്ട്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ആമേൻ ആമേൻ ഈ നിയമത്തിൽ ഈ വചനം കാണാൻ പറ്റുന്ന അറിയാൻ പറ്റും. മാതാവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ എന്തുകൊണ്ടാണ് പലയിടങ്ങളിൽ ഈ വചനം കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു തവണ എഴുതിയാൽ പോരെ, പിന്നെ എന്തിനാണ് ഈ വചനം എടുത്തെടുത്ത് പറയും? ദൈവം സർവശക്തനാണ്, ദൈവം സർവ്വവ്യാപിയാണ്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും എടുത്തെടുത്ത് പറയുവാൻ കാരണം, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് പതിയാൻ വേണ്ടിയാണ്. നമ്മുടെ മനസ്സിൽ പലപ്പോഴും കയറാൻ ഒരു സാധ്യത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെക്കാൾ വലുതാണ് നമ്മുടെ വിഷയങ്ങൾ. നമുക്ക് ചിലപ്പോൾ വലുതായിരിക്കും, ദൈവത്തിന് അത് വലുതല്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവന് ദൈവത്തെ പോലെയാണ് ആ വിഷയം. ആമേൻ. ഇവിടെ വചനം പറയുകയാണ്, നല്ല നിലത്ത് നല്ല മണ്ണിൽ വീണ വചനമോ കേട്ട് ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരാകുന്നു. വിളക്ക് കൊളുത്തിയിട്ട് ആരും പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിൻ്റെ കീഴെ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർക്ക് വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത്. നമുക്ക് അങ്ങനെയല്ലേ? നമ്മൾ ആരെങ്കിലും പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ വെളിച്ചവും വിളക്കും ഒന്നുമില്ല. പണ്ടൊക്കെ നിങ്ങൾ വിളക്ക് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് തിരി വെച്ച് വിളക്ക് കത്തിച്ച് അത് വെക്കുന്നത് കൊട്ടയുടെ അടി വെക്കുവോ? ആരെങ്കിലും വെക്കുവോ? ഇല്ല. നമ്മൾ ആരെങ്കിലും ഇഡലിപ്പാത്രത്തിന്റെ മൂട് കൊണ്ട് അത് മൂടി വെക്കുവോ? ഇല്ല. വിളക്ക് കത്തിച്ചാൽ നമ്മൾ ആ വിളക്ക് എടുത്തുകൊണ്ട് നേരെ, നമ്മുടെ പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത്, കറണ്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും പൊക്കമുള്ള, നമ്മുടെ വീട്ടിലേക്ക് പൊക്കമുള്ള ഏതെങ്കിലും ഒരു തട്ടിലേക്ക് അത് പൊക്കി വെക്കും. എന്തിനാ പൊക്കി വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രകാശം മൊത്തത്തിൽ കാണാൻ വേണ്ടിയാണ്, അല്ലേ? പ്രകാശം മൊത്തത്തിൽ കാണാൻ വേണ്ടിയാണ്. വചനം പറയുകയാണ്, വിളക്ക് കൊളുത്തിയിട്ട് ആരും പാത്രം കൊണ്ടത് മൂടുകയോ കട്ടിലിൻ്റെ കീഴെ വെക്കത്തില്ല, അത് നമ്മൾ എന്ത് ചെയ്യും? തണ്ടിന്മേൽ എടുത്തു വെക്കും. 17-ാം വാക്യത്തിൽ പറയുന്നത്, വെളിവാകാതെ ഗൂഢമായതൊന്നുമില്ല, പ്രസിദ്ധമായത് വെളിച്ചത്ത് വരാതെ മറഞ്ഞിരിക്കുന്നതുമില്ല. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് വചനം എന്ന വിത്തിനെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ്, വിത്തിന് ഒരിക്കലും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അല്ലേ? നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കൊയ്ത്തിൻ്റെ കാലത്തിന് മുമ്പ്
ആ ഒരു നെൽകൃഷി പാടത്ത് അത് മൊത്തം ഒരു ട്രാക്ടർ കൊണ്ടുവന്ന് മൊത്തം ഇളക്കി മാറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം കയറ്റിയിട്ടിട്ട് ഒരു ചെറിയ നെൽമണി കൊണ്ടുവന്ന് ഇങ്ങനെ കർഷകൻ എന്ത് ചെയ്യും, ആ പൊങ്ങിക്കിടക്കുന്ന കുറച്ച് ഭാഗത്ത് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ വെള്ളം അവിടെ കാണുമായിരിക്കും, അതിലോട്ട് ഇങ്ങനെ ചേറിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഈ ഈ വിത്ത് ഇങ്ങനെ എറിയുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ ആദ്യമായിട്ട് ഇത് കാണുന്ന വ്യക്തി ഒതുക്കി ഇതെന്ത് മണ്ടത്തര ഈ പുള്ളി കാണിക്കുന്നത്, ഈ ചെളിക്കുണ്ടത്തിൻ്റെ അകത്തോട്ട് ഈ അരി മണിയെല്ലാം കൂടെ അല്ലെങ്കിൽ ഈ നെല്ലെല്ലാം കൂടെ എന്തുവായി കാണിക്കുന്നത്, വാരി എറിയുന്നത്. ആദ്യമായിട്ട് കാണുന്ന നിങ്ങളും ഞാനല്ല, ഞാൻ പറയും ഇതെന്തോ ഈ പുള്ളി കാണിക്കുന്നത്, ആ അരി എടുത്ത് തിളപ്പിച്ച് അതിൻ്റെ അകത്ത് നെല്ലെടുത്തിട്ട് നമുക്ക് സുഖമായിട്ട് ചോറുണ്ണാൻ മേലെ. പക്ഷെ എന്തിനാണ് ഈ ചെളിക്കകത്തോട്ട് വലിച്ചെറിയെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല, അത് മറയപ്പെട്ടു പോകും, ചെളിക്കൂണ്ടിൻ്റെ അകത്ത് മറയപ്പെട്ടു പോകും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് പൊങ്ങി വരും, ഒരു ഞാറ് പൊങ്ങി വരും അല്ലേ. അതിൻ്റെ കാരണം വിത്തിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ വിത്ത് എടുത്തുകൊണ്ട് നിങ്ങളൊരു പാറയുടെ പുറത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വല്ലതും സംഭവിക്കുമോ? എന്നാ സംഭവിക്കുന്ന അവിടെ വിത്തിട്ടാ? ആ വിത്തെടുത്ത് പാറയിലിട്ടാൽ എന്നാ സംഭവിക്കും? ഉണങ്ങിപ്പോവും. അത് ഉണങ്ങിപ്പോകും. അത് ഉണങ്ങിപ്പോകും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നല്ല മണ്ണിൽ വിതച്ചതോ വചനം കേട്ട് നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ ഈ നല്ല നിലം എന്നുള്ളത് ഈ കർഷകൻ ട്രാക്ടർ കൊണ്ട് ഇളക്കി മറിച്ചിട്ട നനവുള്ള മണ്ണിനെ പറ്റിയാണ് പറയുന്നത്. വീഴുന്ന വിത്ത് വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അത് പൊങ്ങി വന്നിരിക്കും. അപ്പോൾ എവിടെയാ കുഴപ്പം? വിത്തിൻ്റെ കുഴപ്പമല്ല, ശ്രദ്ധിച്ചോണം, വചനത്തിൻ്റെ കുഴപ്പമല്ല, വീഴുന്ന മണ്ണിൻ്റെ കുഴപ്പമാണ്. ഒരു വിത്ത് പാറമേലിട്ടിട്ട് ആ നെൽമണിക്കകത്തുനിന്ന് ഒരു ഞാറ് പൊങ്ങി വരുന്നത് നിങ്ങൾ പറയുമോ ഇത് കേടായ വിത്തെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയും മനുഷ്യ മണ്ടത്തരം കാണിക്കാതെ, പാറയിലിട്ടാൽ ആ വിത്ത് മുളയ്ക്കത്തില്ല, അത് വീഴേണ്ടത് കണ്ടത്തി കൊണ്ടിടണം. ആ കണ്ടത്തി കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ഞാറ് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും, ആ വയലിലിട്ടാൽ അത് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അതിന് നനവ് ആവശ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിലാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നനവില്ലെങ്കിൽ വചനം മുളയ്ക്കത്തില്ല. ഇനി ഒരു വചനം ഞാൻ വായിക്കുമെന്ന് കുറച്ചും കൂടെ മനസ്സിലാവും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ് 18-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞേ. എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. എങ്ങനെ കേൾക്കുന്നതിന് സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബൈബിള് തന്നെ നമുക്കൊരു ഒരു വാണിങ് തരുവാണ്, വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാ കർത്താവേ വചനം കേൾക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത്? എന്തിനാണെന്നറിയോ സൂക്ഷിക്കേണ്ടതെന്നറിയാവോ? പിശാചും യേശുക്രിസ്തുവിനെ പരീക്ഷിക്കേണ്ടതിന് എടുത്തുകൊണ്ട് വന്നത് എന്താണ്? എന്താണ്? ദൈവവചനമാണ്. അപ്പൊ അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞേക്കുന്നത്, ആകയാൽ വചനം കേൾക്കുന്നത് സൂക്ഷിക്കാനല്ല പറഞ്ഞേക്കുന്നത്, എങ്ങനെ കേൾക്കുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കുക. എൻ്റെ കൂടെ പറഞ്ഞ്, എങ്ങനെ കേൾക്കുന്നു എന്ന് എന്ത് ചെയ്യണം? എങ്ങനെ കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണം. ഹൗ ഹി ഹിയർ എന്ന് വെച്ചേക്കുന്നത്. ഹൗ ഹിയർ, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു. ഹൗ യു ഹിയർ, നിങ്ങൾ എങ്ങനെ കേൾക്കുന്നു എന്ന് എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കണം. ഭയങ്കര സൂക്ഷിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, ഇപ്പം TV തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ വചനമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മളെ ഇങ്ങനെ ഇമോഷനിലാക്കുന്ന സ്റ്റാറ്റസുകളൊക്കെ ഇട്ട്, ഭയങ്കര സ്റ്റാറ്റസ് ഒക്കെ ഇട്ടാണ് വചനം പറയുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും നല്ല വചനം. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ബ്രദറിൻ്റെ അടുക്ക മാത്രം വന്ന് വചനം കേൾക്കാൻ വേണ്ടി ബ്രദർ ഉപയോഗിക്കുന്ന തന്ത്രം ഒന്നുമില്ല. നിങ്ങൾ പൊക്കോ, ഒരു കുഴപ്പമില്ല, എവിടെ വേണേലും പോയി നിങ്ങൾ വചനം കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ ബൈബിൾ തന്നെ പറയുന്നു, കേൾക്കുന്നത് സൂക്ഷിക്കണം. കാരണം വചനം വെച്ച് തന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാ ബ്രദറെ ഈ വചനം വെച്ച് തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യത? വചനം വെച്ച് തന്നെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഇപ്പം പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പഴയ നിയമവും പുതിയ നിയമവും ഒറ്റ ബുക്കേലാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. പഴയ നിയമവും പുതിയ നിയമവും നിങ്ങളുടെ ഒറ്റ ബൈബിളിലാണ്. പക്ഷെ അത് തമ്മിൽ വളരെ വ്യത്യാസം. രണ്ടും വേണ്ടെന്നല്ല പറഞ്ഞത്, രണ്ടും വേണം, പക്ഷെ വ്യത്യാസമാണ്. എന്നാൽ പ്രയോറിറ്റി പുതിയ നിയമത്തിനാണ്. എന്താണ് ഈ പുതിയ നിയമത്തിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ? യേശു പറഞ്ഞു, ഇതെൻ്റെ രക്തത്തിൽ
പുതിയ നിയമമാകുന്നു. അപ്പോൾ പഴയ നിയമമോ, പഴയ നിയമത്തെ ബൈബിൾ കാണിക്കുന്നു നിഴലായിട്ടും പുതിയ നിയമത്തെ പൊരുളായിട്ടും തരംതിരിച്ചു കാണിക്കുന്നു. പഴയ നിയമത്തിൽ മശിക വരുമെന്നും പാപമോചനം നടത്തുമെന്നും രക്ഷ വരുമെന്നും നിത്യജീവൻ വരുമെന്നും പാപമോചനം ഉണ്ടാകുമെന്നും പിശാചിൻ്റെ തല തകർക്കുമെന്നും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിക്കുമെന്നുമൊക്കെ പഴയ നിയമത്തിൽ യേശു വരുന്നതിന് മുമ്പ് പ്രവാചകന്മാരും പഴയ നിയമ ഭക്തന്മാരും വിശ്വസിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒന്നുകൂടി എടുത്തു പറയാം, അവർ പാപത്തിലാണ് ജീവിച്ചത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് പരിമിതിയുണ്ട്. സമാഗമന കൂടാരം പഴയ നിയമത്തിൽ പണിയുമ്പോൾ തന്നെ യഹോവയുടെ തേജസ് ഇറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യനും പുരോഹിതനല്ലാതെ വർഷത്തിലൊരിക്കൽ ആർക്കും ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങൾ, അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നില്ല, യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, വചനം കേട്ടിട്ട് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള വചനമാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞേ. സമാധാനം ഉണ്ടാവും. വചനം കേൾക്കുമ്പോൾ സന്തോഷവും സമാധാനമാണ് തോന്നുന്നത്. അത് വിശ്വാസം വർദ്ധിക്കും. വിശ്വാസം വർദ്ധിക്കും. ആമേൻ. അതായത് വചനം കേൾക്കുമ്പോൾ നമുക്ക് സമാധാനവും വിശ്വാസം വർദ്ധിക്കുകയും സന്തോഷവും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യാഖ്യാനം പരിശുദ്ധാത്മാവിൻ്റെ വ്യാഖ്യാനമാണ്. അപ്പം ബ്രദറെ, ഞാൻ ചോദിച്ചോട്ടെ, അപ്പോൾ ഈ വചനം കേൾക്കുമ്പം വചനമല്ലേ പ്രസംഗിക്കുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, പിശാച് നല്ല ഒന്നാന്തരം വചനം പറഞ്ഞുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ യേശുവിൻ്റെ പറഞ്ഞത്, നിന്റെ കാല് കല്ല് തട്ടി പോകാതിരിക്കേണ്ടതിന് നിന്റെ ദൂതന്മാർ നിന്നെ താഴെ പിടിച്ചോളും. ചാടിക്കൂ. യേശു എന്നെ ചാടാഞ്ഞത്? യേശു പറഞ്ഞപ്പോൾ കറക്റ്റ് അല്ല. കർത്താവിൻ്റെ വചനമാണല്ലോ ഇവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കറക്റ്റ് ആണല്ലോ, ദൂതന്മാരുണ്ടല്ലോ, എന്നാൽ ചാടിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് ചാടാഞ്ഞ എന്നാ? യേശു പറഞ്ഞു, പോ പിശാച്, എന്നെ വിട്ടു ദൂരെ പോകാനാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, കർത്താവേ, പിശാച് പറഞ്ഞത് വേറൊന്നും അല്ലല്ലോ, വചനമല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് പിശാചിനെ ഓടിച്ചത്? അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ പോകുന്ന വഴിക്ക് ഒരു വെളിച്ചപ്പാടത്ത് നിന്നുകൊണ്ട് വലിയ പ്രവചനം പറയുക. നല്ല പ്രവചനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യുന്നതനായ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെ അറിയിക്കുന്ന വലിയ ആൾക്കാരാണ് ശിഷ്യന്മാരെന്ന് പറഞ്ഞു. പൗലോസ് ഉടനെ കൈയടിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ റിസീവ് ചെയ്തെന്ന് പറഞ്ഞില്ല, അവളുടെ മേലുള്ള ദുരാത്മാവിനോട് പോ പിശാചേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, പൗലോസെ, കറക്റ്റ് കാര്യമല്ലേ പറഞ്ഞത്? നിങ്ങൾ കർത്താവിൻ്റെ സുവിശേഷകനല്ലേ, അത്യുന്നതനായ ദൈവത്തിൻ്റെ രക്ഷാമാർഗത്തെ അറിയിക്കുന്നവരല്ലേ, പിന്നെ എന്തിനാണ് ആ പിശാച് പറഞ്ഞതിനെ ഓടിച്ചു വിട്ടത്? പൗലോസ്ലീഹ പറയും, വ്യാഖ്യാനം ആര് പറയുന്നു എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. പരിശുദ്ധാത്മാവിലാണ് ആ വ്യാഖ്യാനം വരുന്നതെങ്കിൽ നമ്മുടെ അകത്ത് കർത്താവിലുള്ള സമാധാനം നിറയും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നമുക്ക് വിശ്വാസത്താൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ തോന്നും, നമുക്കും അകത്തൊരു ആഗ്രഹം ഉണ്ടാകും, എനിക്കും യേശുവിൻ്റെ സാക്ഷിയാകണം. എന്നാൽ മറ്റേത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് വചനമൊക്കെയാണ്, പക്ഷെ അത് പരിശുദ്ധാത്മാവിനാൽ വരാത്തത് കൊണ്ട് അതിൻ്റെ അകത്തൊരു ജീവൻ വ്യാപരിക്കുന്നില്ല. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം, നമ്മുടെ ഹൃദയം ഇത് വലിയൊരു ഭാഗമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എപ്പോഴും ശ്രദ്ധിച്ചോണം, നിങ്ങളൊരു വചനം കേൾക്കുമ്പോൾ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം, നിങ്ങൾ എത്ര പേര് ഡോക്ടറുടെ അടുക്കൽ പോയി ചീട്ട് ഡോക്ടർ തന്നിട്ട് മരുന്ന് മേടിച്ച് കഴിച്ച എത്ര പേരുണ്ട്? ഏറ്റവും കുറഞ്ഞത് 3 ദിവസത്തെ. നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ബ്രദറെ ഇത് വലിയ പുതുമയൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കും അല്ലേ? ഓക്കെ, ഈ 3 നേരം ഒരാഴ്ച മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് കഴിക്കാതെ ഇരുന്ന ആരെങ്കിലും ഉണ്ടോ? കഴിച്ച ആരെങ്കിലും ഉണ്ടോ? ഇനി ശ്രദ്ധിച്ചോണം, നിങ്ങൾ ആ മരുന്ന് കൊണ്ടത് വീട്ടിൽ കൊണ്ടുവച്ചു, ഒരാഴ്ച കഴിക്കാൻ വേണ്ടി എഴുതി തന്ന മരുന്ന് 3 നേരം അതിൽ എഴുതിയിട്ടുണ്ട്, 1 വീതം 3 നേരം നമ്മളത് ഒരാഴ്ച കഴിച്ചപ്പോൾ നമുക്ക് വേദന മാറി, രോഗം മാറി എന്നിരിക്കട്ടെ. ശ്രദ്ധിച്ചോണം, ഇത് നിങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ എന്താണ് മരുന്നുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം ഒരു മെഡിസിനാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നല്ല വൈദ്യൻ. അപ്പം യേശു ക്രിസ്തു വൈദ്യനാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വചനം അപ്പം എന്തായിരിക്കും? നല്ല മരുന്ന്. അപ്പം യേശു പറഞ്ഞു, ഞാൻ നല്ല വൈദ്യനാണ്. അങ്ങനെയെങ്കിൽ നല്ല വൈദ്യൻ ഒരിക്കലും
ഫുഡല്ല കൊടുക്കുന്നത്, മരുന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ വചനം എൻ്റെ വേദനകളെ മാറ്റും. എൻ്റെ ശരീരത്തിൻ്റെ വേദന മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ വേദന മാത്രമല്ല, എൻ്റെ സാമ്പത്തികമായിട്ടുള്ള വേദനകളെ മാറ്റും, എൻ്റെ മാനസികമായ വേദനകളെ മാറ്റും, എൻ്റെ രോഗത്തിൻ്റെ വേദനകളെ മാറ്റും, ഞാൻ ആയിരിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ വേദനകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും എന്നെ മാറ്റും. കാരണം യേശുവിൻ്റെ വചനം എന്താണ്? മരുന്നാണ്. നല്ല മരുന്നാണ്. ഉറക്കെ പറ. നല്ല മരുന്നാണ്. ആമേൻ. അപ്പം നിങ്ങൾ ഡോക്ടർ തരുന്ന ഒരു മരുന്ന് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന ഉടനെ അതൊരു വേസ്റ്റ് ബിന്നിൽ ഇടാതെ ഉടനെ തന്നെ വെള്ളം എടുത്ത് പൊട്ടിച്ച് സമയം നോക്കി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ മാറാൻ വേണ്ടിയുള്ള കർത്താവിൻ്റെ വചനത്തെ ഒരു ദിവസം നിങ്ങൾ എത്ര നേരം പറയും? നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഓർത്തോണം, കർത്താവിൻ്റെ വചനം എൻ്റെ വിഷയത്തിൻ്റെ പരിഹാരമാണ്. ഡോക്ടർ തരുന്ന മരുന്ന് തലവേദനയായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ അവിടെ നിങ്ങൾക്ക് ക്യാൻസറിൻ്റെ മരുന്ന് തരത്തില്ല, പകരം തലവേദന മാറാനുള്ള മരുന്നാണ് ഡോക്ടർ എനിക്ക് തന്നെന്നോ ഉള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനിത് പൊട്ടിച്ച് കഴിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ വിഷയത്തെ മാറാൻ വേണ്ടി നല്ല വൈദ്യനായ യേശു എനിക്ക് തന്ന മെഡിസിനാണ്. ഞാൻ വീണ്ടും ചോദിക്കുവാണ് ആ ചോദ്യം, ഈ മരുന്ന് ഫലിക്കുവോ ഇല്ലയോ? ഫലിക്കും. ഫലിക്കും. ഉറക്കെ പറ, ഫലിക്കുവോ ഇല്ലയോ? ഫലിക്കും. 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 അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഈ ദിവസങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളൊരു മരുന്ന് കഴിക്കുന്നത് പോലെ ഒരു തീരുമാനത്തെ, ഞാൻ രാവിലെ ഈ വചനം ഞാൻ പറയും, ഉച്ചയ്ക്ക് ഞാൻ പറയും, വൈകിട്ട് ഞാൻ പറയും. ബ്രദറെ, വേദന അവിടെ ഉണ്ട് ബ്രദറെ, പ്രശ്നം മാറിയില്ല ബ്രദറെ. നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് മേടിച്ച് ഒരു ആൻറ്റിബയോട്ടിക് ഡോക്ടർ എഴുതി തന്നിരിക്കട്ടെ, രാവിലെ മരുന്ന് കഴിച്ച് ഉച്ചയായപ്പോൾ വേദന കൂടി നിങ്ങൾ ഓട്ടോറിക്ഷ പിടിച്ച് ഡോക്ടറൊക്കെ പോയിട്ട് ഡോക്ടറെ മരുന്ന് ഫലിച്ചില്ല എന്ന് നിങ്ങൾ എന്തെങ്കിലും പോയി പറയാറുണ്ടോ? ഡോക്ടർ പറയും ഞാൻ തന്നത് പ്രകാരം ഒരാഴ്ച അത് കഴിക്ക്, എന്നിട്ട് മാറിയില്ലെങ്കിൽ വാ. ഒരാഴ്ച കഴിക്കുമ്പോൾ നമുക്കത് മാറും അല്ലേ? എന്നിട്ട് മാറിയില്ലെങ്കിൽ ഡോസ് കൂട്ടി വിടും. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൻ്റെ വചനം ഇതേപോലൊരു മെഡിസിനാണ്. നിങ്ങളുടെ വിഷയത്തെ നോക്കിയിട്ട് വിളിച്ചു പറയണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏത് വചനമായിക്കോട്ടെ. രോഗത്തിനും പ്രശ്നത്തിനും പ്രതികൂലത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും തലമുറകളുടെ അനുഗ്രഹത്തിനും വേണ്ടിയുള്ള വചനങ്ങളുണ്ട്. അത് നിങ്ങൾ 3 നേരം ഒന്ന് പറഞ്ഞേ. അയ്യോ ബ്രദറെ, എനിക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ ചോദിച്ച കയ്പുള്ള മരുന്ന് ഇല്ലാത്ത കാശ് കടം മേടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ പോയി നടക്കാൻ പോലും മേലെങ്കിലും പോയി മേടിച്ച് മറക്കാതെ 3 നേരം കഴിക്കാൻ മിടുക്കുള്ള നിങ്ങൾക്ക്, സാക്ഷാൽ യേശുവാ പറഞ്ഞത് ഞാൻ നല്ല വൈദ്യൻ. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു എന്ന വൈദ്യനെ സംശയിക്കേണ്ട ഒരു കാര്യവുമില്ല. കർത്താവ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തന്നെ. ഞാൻ നല്ല വൈദ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മെഡിസിൻ ഫലിക്കുവോ ഇല്ലയോ? നിങ്ങൾ പറ, യേശുവിൻ്റെ മെഡിസിൻ ഫലിക്കുവോ ഇല്ലയോ? ഫലിക്കും. ഉറപ്പുണ്ടല്ലേ? ഈ ഉറപ്പ് വേണം. യേശുവിൻ്റെ മെഡിസിൻ ഫലിക്കും. നിങ്ങളൊരു ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ല ആ ഡോക്ടറുടെ മരുന്ന് നല്ലതാ, നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, ആ ഡോക്ടറെ പോയി കാണ്. അങ്ങനെയെങ്കിൽ യേശു പറയുന്നത് ഞാൻ നല്ല വൈദ്യൻ. ആ വചനം കണ്ടുപിടിച്ച്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, ഞാൻ ആ വചനം ഇന്ന് എടുക്കുന്നില്ലായിരുന്നു, പക്ഷേ ആ വചനം കണ്ടെത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പെട്ടെന്നിട്ടേ. ഇവിടെ പറയുകയാണ് നിങ്ങൾ കേൾക്കുന്നത് സൂക്ഷിക്കണം. അപ്പം ഇതുമായിട്ട് എന്താ ബന്ധം? നിങ്ങൾ കേൾക്കേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശുവിൻ്റെ വചനത്തിന് എൻ്റെ സ്ഥിതി മാറ്റാൻ പറ്റും. ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മുടെ മനസ്സ് പറയും എത്രയോ വചനങ്ങൾ നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന, എത്രയോ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, എത്രയോ വചനങ്ങൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, എന്നിട്ടൊരു ഫലം കണ്ടില്ല എന്ന് പറയരുത്. കാരണം നിങ്ങൾ ആ വൈദ്യനെ സംശയിക്കുക. നമ്മൾ ബ്രദറെ ഞാൻ വചനമൊക്കെ കേൾക്കുന്നുണ്ട് ബ്രദറെ, എന്നെ ചെയ്യാനാ? ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക. ഇന്നൊന്ന് ഉറപ്പിച്ച്, നമ്മൾ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു ഡോക്ടറുടെ ഒക്കെ പോയിട്ട് അദ്ദേഹം മൊത്തവും നമ്മളെ ചെക്ക് ചെയ്തിട്ട് അദ്ദേഹം നമുക്ക് കുറച്ച് മരുന്ന് എഴുതി തരുമ്പോൾ ഒരു മടിയും കൂടാതെ ഇത് വിഷമാണോ, ഇതെനിക്ക് വല്ല പ്രശ്നം ഉണ്ടാകുമോ, ഒന്നും സംശയിക്കാതെ വെള്ളമെടുത്ത് ഗുളിക എടുത്ത് വായിലിട്ട് വിഴുങ്ങാൻ നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ യേശുവിൻ്റെ വചനം 3 നേരം ഒന്ന് പറഞ്ഞു നോക്കിക്കേ. സ്വന്തം ശരീരത്തിൽ കൈവച്ചിട്ട് ആ വചനം ഒന്ന് പറഞ്ഞു നോക്കി. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, യേശു പറഞ്ഞു ഞാൻ ഗുഡ് ഫിസിഷ്യൻ, നല്ല വൈദ്യൻ, എൻ്റെ മരുന്ന് ഫലിക്കും.
ആദ്യം ഒന്ന് ഭക്ഷിക്ക്. ആ വചനം ഒന്ന് ഭക്ഷിക്ക്. ഡോസ് കൂട്ടി ഭക്ഷിക്ക്. ആ വചനത്തിൻ്റെ ഡോസ് ഒന്ന് കൂട്ട്. എത്ര പേരിന്ന് തയ്യാറാണ്? ഇന്ന് മുതൽ 3 നേരം കർത്താവിൻ്റെ വചനം പറഞ്ഞ് എൻ്റെ വിഷയത്തിൻ്റെ മേൽ ജയം നേടുമെന്ന് ഇന്നൊരു തീരുമാനം എടുക്കുന്ന എത്ര പേരുണ്ട്? ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വചനം ചുമ്മാ കാളുമ്പോഴും വചനം പറയരുത്. ഇപ്പം കടഭാരത്തിൽ നിന്നകത്തിരിക്കുന്ന ഒരു വ്യക്തി പറയുക, കർത്താവിൻ്റെ തിരുമുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞാൽ കടഭാരം എങ്ങനെ മാറും? അപ്പൊ ആ വിഷയവുമായി ബന്ധപ്പെട്ട വചനം എടുത്തു വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഓ ബ്രദറെ, എനിക്ക് 3 നേരം ഒന്നും പറയാൻ പറ്റത്തില്ല ബ്രദറെ, ഭയങ്കര ബുദ്ധിമുട്ട്. ആ കയ്പുള്ള ആന്റിബയോട്ടിക് കഴിക്കാൻ ഒരു മടിയുമില്ല. അയ്യോ ഒന്ന് മറന്നു പോയ വേറെ എന്നാ മറന്നാൽ, അയ്യോ ഞാൻ ഗുളിക കഴിച്ചില്ല, നമ്മൾ ഉടനെ ഓടി വന്ന് ആ ഗുളിക എടുത്ത് കഴിച്ചൊന്ന് ഒപ്പോഴാണ് നമുക്കൊരു സമാധാനം. അത്രയും പാടുണ്ടോ? 10 രൂപ പോലും മുടക്കേണ്ട ആവശ്യമില്ല. ആ വചനം ഒന്ന് എഴുതി മൊബൈലിലൊക്കെ ഒന്ന് സ്ക്രീൻ സേവറായിട്ട് എഴുതി ഒന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടി ഒരു അലാറാമൊക്കെ വെച്ചിട്ട് രാവിലെ എണീക്കുമ്പോൾ ഒരു 10 പ്രാവശ്യം, എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്നത്, കുറച്ച് നേരം ആ വചനം ഒന്ന് ഭക്ഷിച്ച്. നിങ്ങൾ പറയുമ്പോൾ ഓർത്തോണം, ഞാനത് ഭക്ഷിക്കുക. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ വചനം പറയുമ്പോൾ ഞാൻ ആ മരുന്ന് ഞാൻ വിഴുങ്ങുവാന്ന് പറ. മരുന്ന് വിഴുങ്ങുകയാണ്. ആ മരുന്ന് വചനം പറയുമ്പോൾ ഞാൻ ആ വചനം പറയുമ്പോൾ ആ മരുന്ന് ഞാൻ വിഴുങ്ങുകയാണ്. മരുന്ന് വിഴുങ്ങുകയാണ്. വചനം പറയുമ്പോൾ വചനം ഭക്ഷിക്കുകയാണ്. ആമേൻ, ആമേൻ. എന്നിട്ട് വചനം എല്ലാ പറയുമ്പോൾ ദിവസവും ആ ബോഡിക്കകത്തുണ്ടാകുന്ന കൈ വെച്ചിട്ട് ആ വചനം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ബോധ്യം, ഹൃദയത്തിൽ കേൾക്കുന്നത് സൂക്ഷിച്ചോണം. ഹൃദയത്തിൽ ഉണ്ടാകണം, യേശു നല്ല വൈദ്യന, ഈ മരുന്ന് ഫലിക്കും. എൻ്റെ കൂടെ പറയും, ഈ മരുന്ന് ഫലിക്കും. ഈ മരുന്ന് ഫലിക്കും. ഈ മരുന്ന് നല്ല ഫലിക്കും. വൈദ്യന. അപ്പൊ പിശാച് വന്നിട്ട് നമ്മുടെ മനസ്സിലോട്ടിടും. എന്നെ ഇടുന്നത് അറിയാവോ? ശരിക്കും ഇതൊക്കെ മാറുമോ? അവൻ ചോദിക്കുന്നത് എന്നാന്നറിയാവോ? നിങ്ങൾ യേശുവിനെ സംശയിപ്പിക്കാൻ അവൻ്റെ പരിപാടി. അപ്പം നിങ്ങൾ പറയും, ബ്രദർ പറയുന്നുണ്ട് പരീക്ഷിച്ച് നോക്കാൻ, പറയരുത്. എനിക്ക് നല്ല ഉറപ്പാ, യേശു നല്ല വൈദ്യന. കർത്താവിൻ്റെ വചനം എനിക്ക് അനുഗ്രഹമായി മാറിയിരിക്കും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇനി എല്ലാ ദിവസവും അത് ചോദിക്കും. ഇനി ഞാൻ മറന്നു പോയാലും ഇന്ന് നിങ്ങൾ അതിനു വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണം. ബ്രദറെ, ഇന്ന് അത് ചോദിച്ചില്ല എന്ന് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി 2-3 പേര് തയ്യാറായിക്കണം. ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, തയ്യാറായിക്കണം. ഒരാൾ മറന്നാൽ മറ്റേ ബ്രദറെ, ഇന്ന് ഞാനത് ചോദിച്ചില്ല, എത്ര പേര് ആ മെഡിസിൻ കഴിച്ചു എന്ന് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. ഞാൻ മറന്നാൽ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തണം. നിങ്ങൾ മറന്നാൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ഒരു ദിവസം ഞാനത് ചോദിച്ചില്ലെങ്കിൽ നിങ്ങളത് മറന്നാൽ മരുന്ന് കഴിക്കാൻ മറന്നുപോയി. വേദന വരുമ്പോൾ കൈവച്ചിട്ട് ആ മരുന്നൊന്ന് ഭക്ഷിക്കണം, യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് പറയണം, യേശുവിൻ്റെ മരുന്ന് എനിക്ക് ഫലിക്കും. എൻ്റെ കൂടെ പറ, യേശുവിൻ്റെ മരുന്ന് എനിക്ക് ഫലിക്കും. യേശുവിന്റെ മരുന്ന് എനിക്ക് എനിക്ക് ഫലിക്കും. ഫലിക്കും. അപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് ആവശ്യമില്ലാത്ത ചില സംഭവങ്ങൾ പറയും. ഇനി മാറിയില്ലെങ്കിലോ? അതാരായിരിക്കും വരുന്നത്? പിശാച്. അപ്പം അങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ഓർത്തോണം, യേശുവിനെ വ്യാജ ഡോക്ടറാക്കാൻ വേണ്ടി പിശാച് മെനക്കെടാൻ നോക്കുക, പക്ഷെ നടക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? സംശയം വരുമ്പോൾ ഓർത്തോണം, അങ്ങനെ ഒരു സംശയം, അയ്യോ ബ്രദറെ, സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങോട്ട് രക്ഷപ്പെടാൻ സാധ്യതയില്ല, വല്ലാത്ത എന്തോ ഒരു ഭയം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഓർത്തോണം, യേശു നല്ല വൈദ്യന, ഞാൻ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക, ഇത് ഫലിക്കും, ഇത് ഫലിക്കും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു, ഈ 2 ദിവസത്തെ വചനങ്ങൾ എല്ലാ ദിവസവും കേൾക്കുവാൻ കഴിയും. വീട്ടിലൊക്കെ അത് ഓണാക്കി വെക്കണം. ആമേൻ. അപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കോണം, കർത്താവിൻ്റെ വചനം എനിക്ക് ഒരനുഗ്രഹമാണ് നമ്മുടെ ഹൃദയത്തെ. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിക്കണം. നമ്മുടെ ഉള്ളിൽ ഈ ചിന്തകൾ വരുമ്പോൾ ദൈവത്തിൻ്റെ എബിലിറ്റിയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ അകത്ത് സംശയം വരുമ്പോൾ നിങ്ങളുടെ കുറവല്ല അവിടെ പൊങ്ങി വരുന്നത്, ദൈവത്തെ സംശയിപ്പിക്കുക എന്നുള്ളതാണ് അവൻ്റെ ലക്ഷ്യം. ബ്രദറെ, ഞാൻ ഇത്രയും കാലം കടന്ന് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം ഉണ്ടായില്ല, ഇന്ന് മുതലൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് മെഡിസിൻ കഴിക്കാൻ ആരംഭിക്കുക. കറക്റ്റായിട്ടൊന്ന് കഴിക്കുക. രാവിലെയും ഉച്ചയ്ക്കും ജോലിക്കിടയ്ക്ക്. ഇനി 1 മണിക്കാണ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി, എന്തായാലും നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ ഉച്ചയ്ക്ക്. 1 മണിക്ക് ഒരു അലാം വെച്ച്, ആഹാരം കഴിച്ചതിന് ശേഷമോ ആഹാരത്തിന് മുമ്പോ, ആഹാരം കഴിച്ചതിന് മുമ്പാണെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിരിക്കും. ഇനി അല്ലെങ്കിൽ പിന്നെ കഴിക്കാനുള്ള ടെൻഡൻസി കൊണ്ട് പെട്ടെന്ന് വചനം പറഞ്ഞങ്ങ് തീർക്കും. ആഹാരം കഴിച്ചിട്ട് മൊബൈൽ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം, ഒരു 10 വട്ടമോ നിങ്ങൾക്ക് ഇഷ്ടം, 1 വട്ടമോ, ഏറ്റവും കുറഞ്ഞത് ഒരു 10 വട്ടമെങ്കിലും പറ, ആ വചനം പറ.
ഉദാഹരണം ഞാൻ പറയാൻ പോകും. ഇപ്പം ഞാൻ ഒരു രോഗത്തിലാണ് ഭാരപ്പെടുന്നതെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ, എന്താ നിങ്ങളുടെ രോഗം? എന്താ നിങ്ങളുടെ രോഗം? പ്രഷറാണോ, ഷുഗറാണോ, എന്താ നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന? കിഡ്നിയുടെ ആണോ? എൻ്റെ കിഡ്നിയെ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ പുതിയ കിഡ്നിക്കായി നന്ദി, പുതിയ ആന്തരിക അവൾക്ക് നന്ദി, പുതിയ ശ്വാസകോശത്തിന് നന്ദി, പുതിയ കരളിന് നന്ദി, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് തന്നതിന് നന്ദി, കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇങ്ങനെ 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 എത്ര വട്ടം നിങ്ങളുടെ ഇഷ്ടമാണത്. 3 നേരം കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പറയണം. ഇനി അതിൽ കൂടുതലും പറയാം കേട്ടോ. ഇതൊന്ന് ഒരു 3 നേരം ഒന്ന് സെറ്റ് ചെയ്യും. രാവിലെ എണീക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ നിങ്ങൾ എണീറ്റ് വരുമ്പോഴേ പറയാൻ പറ്റില്ലെങ്കിലും ബ്രഷൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെക്കണം. ഇത് പറയാൻ വേണ്ടി മാത്രം. എന്നിട്ടൊരു ഡയറിയിൽ ഡേറ്റ് ഇട്ട് എഴുതി വെച്ചോ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആ വിഷയം മാറിയിരിക്കും. അതെന്നാ ബ്രദറെ ഇത്ര ഉറപ്പ്? യേശു നല്ല വൈദ്യൻ, യേശു നല്ല വൈദ്യൻ. ആമേൻ പറഞ്ഞേറ്റെടുത്ത്. യേശു നല്ല വൈദ്യൻ. ആമേൻ. ആമേൻ. യേശു നല്ല വൈദ്യൻ. നല്ല വൈദ്യം. ആമേൻ. ആമേൻ. യേശു നല്ല വൈദ്യൻ, യേശു നല്ല വൈദ്യൻ. ഇതാണ് എൻ്റെ ബലം, ഇതാണ് എൻ്റെ ബലം. നമ്മൾ ആമേൻ. ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ തീരുമാനമെടുത്തവർ നാളെ മുതൽ എന്നെ ആരൊക്കെ ഓർമ്മപ്പെടുത്തും? ഇനി റെഡിയാന്ന് പറയണ്ട, നിങ്ങൾ റെഡി ആയാൽ മതി. റെഡി ആയി ബ്രദറെ. നാളെ ഞങ്ങളത് ബ്രദർ മറന്നാലും ഇന്ന് മരുന്ന് കഴിച്ചു, ഇന്ന് യേശുവിൻ്റെ വചനം, അത് മരുന്നെന്ന് വേണേൽ പറഞ്ഞു, ഇന്ന് മരുന്ന് വചനമാകുന്ന മരുന്ന് കഴിച്ചോ എന്ന് എല്ലാവരോടും ഞാൻ ചോദിക്കും. എന്നോട് നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഞാൻ മറന്നു പോയാലും എന്നോടും ചോദിക്കണം. ഇന്നു മുതൽ 3 നേരം ഞാനും ഭക്ഷിക്കാൻ പോവാം. എത്ര പേര് തയ്യാറാ? ആര് ആമേൻ. മാത്രം ആമേൻ പറഞ്ഞു? ആമേൻ. ആമേൻ. അപ്പം എനിക്ക് എന്നെ ഓർപ്പിക്കേണ്ട, വൈകുന്നേരം നമ്മുടെ പ്രാർത്ഥനയിൽ മരുന്ന് കഴിച്ചു എന്ന് ഓർപ്പിക്കേണ്ട ചുമതല നിങ്ങളാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇന്ന് മുതൽ ചെയ്യണം. രാവിലത്തെ അലാം ഇന്ന് തന്നെ സെറ്റ് ചെയ്തോണം, ഉച്ചക്കത്തെ അലാം സെറ്റ് ചെയ്തോണം, വൈകിട്ടത്തെ അലാം സെറ്റ് ചെയ്തോണം. 3 നേരം ഈ വചനം നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ചെയ്ത് നോക്കിക്കേ. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ആ വിഷയം, രോഗവും ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് വിഷയമായിക്കോട്ടെ, രോഗവിഷയമാകാം, കടഭാരമാകാം, കുടുംബ പ്രശ്നമാകാം, തലമുറയുടെ വിഷയമാകാം, അവരുടെ ഭാവിയാകാം, കുടുംബത്തിൽ സമാധാനമില്ലാത്ത വിഷയമായിരിക്കാം, എന്ത് വായിക്കോട്ടെ, അത് മാറിയിരിക്കും. ആ വിഷയവുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മളത് പറയാൻ വേണ്ടി പോവാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ എൻ്റെ കൂടെ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ചിട്ട് മരുന്ന് കഴിച്ച് യേശുവിനെ നമുക്കിന്ന് പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പനിയാൽ ഭാരപ്പെടുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് ശരീരത്തിൻ്റെ മേൽ സൗഖ്യമുണ്ട്. നമുക്ക് ആ മരുന്നിനെ ഇന്ന് കൊടുക്കാൻ പോവാണ്. കർത്താവായ യേശുവേ, അങ്ങ് പിതാവിൻ്റെ രോഗത്തെ വഹിച്ചതാണ്. യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വലിയ ശക്തി ആ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നല്ലോ. ഒരുമിച്ച് ഞങ്ങൾ അയക്കുന്നു. അകത്തുള്ള ആന്തരിക അവയവങ്ങൾ പുതിയതായി സൃഷ്ടിക്കപ്പെടട്ടെ. എല്ലാ രോഗശക്തികളെയും ഞങ്ങൾ പിടിച്ചു കെട്ടുന്നു. യേശുവിൻ്റെ മുറിവിനാലുള്ള സൗഖ്യത്തെ ഞങ്ങൾ ആ ശരീരത്തിന് മേൽ അപ്ലൈ ചെയ്യുന്നു. ഇപ്പം തന്നെ നല്ല വൈദ്യൻ്റെ മരുന്ന് ആ ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ തൊട്ടതിന് നന്ദി. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ മരുന്നെടുത്ത് കഴിച്ചേ. കർത്താവെ, അങ്ങയുടെ തിരുമുറിവ് നമ്മൾ കേട്ടു. ക്യാൻസർ മാറിയ സൗഖ്യം, വേദനകൾ മാറിയ സൗഖ്യം, അത്ഭുതങ്ങൾ നടന്ന സൗഖ്യം, കടഭാരങ്ങൾ മാറിയ സൗഖ്യം, വിടുതലുകൾ ഇന്ന് ആ രോഗത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. മിറക്കിൾസ് വിൽ ഹാപ്പൻ യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ യേശുവിനെ ഉദരം തുറക്കട്ടെ. തലമുറകൾ ഉണ്ടായി വരട്ടെ. കൽപ്പിക്കുന്നു. 3 നേരം ഇന്ന് മരുന്ന് കഴിക്കണം. 3 നേരം മരുന്ന് കഴിക്കുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അപ്പം ഇന്നു മുതൽ റെഡി ആയിക്കോണം. എന്നെ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തണം. സൂമിൽ മാത്രമല്ല, നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണം. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരസ്പരം ഓർമ്മപ്പെടുത്തണം. വൈകുന്നേരം ആകുമ്പോൾ ചോദിക്കണം മരുന്ന്. ബ്രദറെ, അത് ചോദിച്ചിട്ടേ ബ്രദറെ മുന്നോട്ട് പോകാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസ പ്രഖ്യാപനം കഴിയുന്നതിന് മുമ്പ്, വചനം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വേണം ബ്രദറെ മരുന്നിൻ്റെ കാര്യം ചോദിക്കണം. എത്ര പേരത് ഭക്ഷിച്ചു? അത് സ്ഥിരമായിട്ട് നമുക്ക് തുടരാൻ പോവുക. നമ്മളിനി കർത്താവിൻ്റെ പ്രവൃത്തികൾ, അതിൻ്റെ അകത്ത് സാക്ഷ്യങ്ങൾ ഇനി വരാൻ പോവുക. വലിയ സാക്ഷ്യം. രോഗം എന്ന് ഉദ്ദേശിക്കുന്നത് ശാരീരിക രോഗം മാത്രമല്ല, മാനസികമായി, ഭൗതികമായി എല്ലാം രോഗമാണ്. യേശു നല്ല വൈദ്യൻ. അത്ഭുതം കാണും.
നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ. ഇന്ന് തന്നെ 3 നേരം അലാം സെറ്റ് ചെയ്തിരിക്കണം, പറഞ്ഞിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയമല്ല, സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. നമ്മൾ പ്രഖ്യാപനങ്ങളെ പറയാൻ വേണ്ടി പോവാണ്. പറഞ്ഞാട്ടെ. ഇന്നാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നാളെ ഞാൻ ചോദിക്കുമ്പോൾ മറന്നു പോകാൻ റെഡിയായിട്ട് നിൽക്കരുത്, ഓർപ്പിക്കണം. അതിന് നിങ്ങളൊരു കാര്യം ചെയ്യാം, എനിക്കൊരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ബ്രദറെ, അല്ലെങ്കിൽ വേണ്ട, എല്ലാ ദിവസവും ചിലപ്പോൾ അയക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വചനം പറയണം. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പ് ഞാൻ കുറച്ച് ദിവസമായിട്ടത് റെഡിയാക്കാൻ പറ്റിയില്ല. ഞാൻ ഗ്രൂപ്പ് ഈ ദിവസങ്ങളിൽ എനിക്ക് അതും കൂടെ നിങ്ങൾ എന്നെ ഓർപ്പിച്ചോണം. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്ന് റെഡിയാക്കാൻ നമുക്ക് ഈ ദിവസങ്ങളിൽ അത് ക്രിയേറ്റ് ചെയ്യണം. അതാകുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. മരുന്ന് കഴിക്കുന്ന കാര്യം മറക്കരുത്. അപ്പം നാളെ ഞാൻ ഓർപ്പിക്കാൻ നിന്നാൽ നിങ്ങളുടെ രോഗം മാറത്തില്ല. എൻ്റെ മാറും ഉറപ്പാണ്. നിങ്ങളുടെ മാറണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം. അപ്പം നാളെ റെഡി ആയിക്കോണം. ഞാൻ പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയണം. അപ്പോഴാണ് നിങ്ങളുടെ വിശ്വാസം വന്നെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇന്ന് പറയാം. സാക്ഷ്യങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. സൗണ്ടുകളെ മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത് ലഭിച്ചു കഴിഞ്ഞു എന്ന് കേട്ടതുപോലെ വിശ്വാസം കർത്താവ് തന്നതാണ്. ഹൃദയത്തിൽ സംശയം വേണ്ട, ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് നടക്കും നിശ്ചയം. സൗണ്ട് മ്യൂട്ട് ചെയ്താട്ടെ. വേഗത്തിൽ തന്നെ ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സൗണ്ട് മ്യൂട്ട് ചെയ്യണം. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ